ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 9ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മാത്സ് എക്സാമിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസും അവരുടെ ആൻസേഴ്സുമാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ നന്നായിട്ട് കേൾക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ അതും പോയി കാണുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് പി ക്യു ആർ ഈക്വൽ. ഇവിടെ രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ രണ്ട് ട്രയാങ്കിളും പറഞ്ഞിട്ടുള്ളത് എ ബി സി എന്നുള്ളതും അതുപോലെ തന്നെ പി ക്യു ആർ എന്നുള്ളതും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ കോൺ എ ഈക്വൽ ടു കോൺ പി എന്നും തന്നിട്ടുണ്ട്. കോൺ ബി ഈക്വൽ ടു കോൺ ക്യു ആൻഡ് കോൺ സി ഈക്വൽ ടു കോൺ ആർ. അപ്പോൾ ഈ എല്ലാ കോണുകളും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലെ എ ചോദ്യം, if AB divided by PQ equal to 1/3, then what is AC divided by PR? എന്താണ് ഇവിടെ എ ബി ഡിവൈഡഡ് ബൈ പി ക്യു എന്ന് പറയുന്നത് 1/3 ആണെങ്കിൽ എ സി ഡിവൈഡഡ് ബൈ പി ആർ എന്ന് പറയുന്നത് എത്രയായിരിക്കും കൂട്ടുകാരെ? എത്രയാണ്? 1/3 തന്നെയായിരിക്കും. ബിക്കോസ് എന്തുകൊണ്ടാണ്? ബിക്കോസ് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എ ബി ഡിവൈഡഡ് ബൈ പി ക്യു എന്ന് 1/3 ആണെങ്കിൽ അതേപോലെ തന്നെ ആയിരിക്കും എ സി ഡിവൈഡഡ് ബൈ പി ആർ എന്ന് പറയുന്നത്. Then the perimeter of triangle ABC is 10 cm. Then what is the perimeter of triangle PQR? ഇവിടെ എന്താണ്? എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ പി ക്യു ആറിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞു എ ബി ഡിവൈഡഡ് ബൈ പി ക്യു എന്ന് പറയുന്നത് 1/3 ആണല്ലേ. അപ്പോൾ ഇവിടെ എ ബി സി എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ 3 മടങ്ങായിരിക്കും പി ക്യു ആർ എന്ന് പറയുന്നത്, അഥവാ 30 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ. ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം, എ സർക്കിൾ പാസിംഗ് ത്രൂ ഓൾ ദ വെർട്ടിക്കിൾസ് ഓഫ് എ ട്രയാങ്കിൾ എ ബി സി ഡി ഈസ് ഡ്രോൺ. എന്താണ് ഇവിടെ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട് അല്ലേ. ആ റെക്റ്റാങ്കിൾ എന്താണ്? ഒരു സർക്കിളിലൂടെയാണ് പാസ് ചെയ്തു പോയിട്ടുള്ളത്. എ ചോദ്യം, വാട്ട് ഈസ് ദ ഡയാമീറ്റർ ഓഫ് ദ സർക്കിൾ? ഈ സർക്കിളിൻ്റെ ഡയാമീറ്റർ എത്രയാണ് ഡയാമീറ്റർ എന്ന് പറയുന്നത്? ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മളെ പൈതഗോറസ് തിയറി അനുസരിച്ച് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എച്ച് സ്ക്വയർ എന്നുള്ളതാണ് അതിൻ്റെ ഡയഗ്നൽ അല്ലെങ്കിൽ ഡയാമീറ്റർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഉത്തരം കിട്ടും? 5 സെൻറ്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടും. അതിൻ്റെ ഡയാമീറ്റർ അല്ലെങ്കിൽ ഡയഗ്നൽ എന്ന് പറയുന്നത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് ഇതിൻ്റെ ഡയാമീറ്റർ. ഇനി ഇതിൽ ബി ചോദ്യം, വാട്ട് ഈസ് ദ സർക്കംഫിയറൻസ് ഓഫ് ദ സർക്കിൾ? ഈ സർക്കിളിൻ്റെ സർക്കംഫിയറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയായിരിക്കും? നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? പൈ ആർ സ്ക്വയർ വെച്ചിട്ടാണ് അല്ലേ. 5π ആയിരിക്കും ഇതിൻ്റെ സർക്കംഫിയറൻസ് എന്ന് പറയുന്നത്. അത് നമുക്കറിയാം 2π വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസർ 5π സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്തത്, 2 സർക്കിൾസ് ഹാവിങ് സെൻറ്റർ ഓൺ ദ സെയിം നമ്പർ ലൈൻ പാസിംഗ് ത്രൂ -1. എന്താണ് ഇവിടെ നമുക്ക് 2 സർക്കിൾ തന്നിട്ടുണ്ട്. അത് സെയിം നമ്പർ ലൈനിലൂടെയാണ് പോകുന്നത്. അത് പാസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് -1ൽ നിന്നാണ്. ദ സ്മോൾ സർക്കിൾസ് പാസസ് ത്രൂ 1 ഓൾസോ. അതുപോലെ സ്മോൾ സർക്കിൾ പോകുന്നത് 1 സെൻറ്റിമീറ്ററിലൂടെയാണ്, 1ലൂടെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡയാമീറ്റർ ഓഫ് സ്മോൾ സർക്കിൾസ്? ഇതിൻ്റെ സ്മോൾ സർക്കിളിൻ്റെ ഡയാമീറ്റർ എത്രയായിരിക്കും എന്നതാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ എന്ത് കാണണം? നമുക്കറിയാം -1 to 0 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണല്ലേ. 1 ആണ്. അതിൽ നിന്നും നമ്മൾ വീണ്ടും പോകുന്നത് 0 to 1ലേക്കാണ്. അവിടെയും 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 1 + 1 എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിലെ ബി ചോദ്യം, വാട്ട് ഈസ് ദ ഡയാമീറ്റർ ഓഫ് ലാർജ് സർക്കിൾ? ഈ ലാർജ് സർക്കിളിൻ്റെ ഡയാമീറ്റർ എത്രയായിരിക്കും? നമ്മളിവിടെ എത്തിയപ്പോൾ 2 ആയി. ബാക്കി എത്ര ഉണ്ട്? ബാക്കി പിന്നെയും പോകുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും 2 സെൻറ്റിമീറ്ററും കൂടെ കൂടും. അങ്ങനെ 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 1 എത്തി, 1ൽ നിന്ന് 2 പോയി, 2ൽ നിന്ന് 3ലേക്ക് എത്തി. അതിന് ടോട്ടൽ അവിടെ 4 സെൻറ്റിമീറ്റർ ആണ് ഡയാമീറ്റർ ആയിട്ട് വരുന്നത്. ഇനി സം ഓഫ് ദ 2 നമ്പേഴ്സ് ഈസ് 102 ആൻഡ് ദ ഡിഫറൻസ് ഈസ് 80. എന്താണ്? 2 നമ്പേഴ്സിൻ്റെ ഡിഫറൻസ്, സം എന്ന് പറയുന്നത് 102 ആണ്, ഡിഫറൻസ് എന്ന് പറയുന്നത് 80 ആണ്. ഫൈൻഡ് ദ നമ്പേഴ്സ്. ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് തന്നിട്ടുള്ള നമ്പറിനെ x+y എന്ന് ആ 2 നമ്പറിനെ കണ്ടുപിടിക്കാൻ x+y എന്ന് കൊടുക്കാം. അഥവാ x+y = 102 ആണ്. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 80 ആണ്, അഥവാ x-y എന്ന് പറയുന്നത് 80 ആണ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ എന്ന് പറയുന്നത് 91 and 11 ഈ 2 നമ്പേഴ്സ് ആയിരിക്കും. ഇനി അടുത്തൊരു ചോദ്യം,
2 സർക്കിൾസ് ഓഫ് റേഡിയസ് 40 സെൻറ്റിമീറ്റർ ആൻഡ് 2 സെൻറ്റിമീറ്റർ. ഇവിടെ എന്താണ് 2 സർക്കിൾസ് തന്നിട്ടുണ്ട്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററുമാണ്. സെൻറ്റേർഡ് അറ്റ് 0 ആർ ഡ്രോൺ ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ തന്നിട്ടുള്ള പോലെയാണ് അത് വരയ്ക്കേണ്ടത്. അനദർ സർക്കിൾ ഡ്രോൺ വിത്ത് ഡോട്ട്സ് ഡിവൈഡ്സ് ആൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ഇൻ ബിറ്റ്വീൻ ദ സർക്കിൾസ് ഈക്വലി. എന്താണ് 2 സർക്കിൾസും ഈക്വൽ ആയിട്ട് ഇതേപോലെ ഡോട്ട് ഇട്ട് കൊടുത്ത് നിങ്ങൾ വരയ്ക്കുക. ഫൈൻഡ് ദ ഏരിയ ഓഫ് ഇന്നർ ആൻഡ് ഔട്ടർ സർക്കിൾസ്. ഇതിൻ്റെ ഇന്നർ സർക്കിൾസിൻ്റെയും ഔട്ടർ സർക്കിൾസിൻ്റെയും ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എത്രയായിരിക്കും കൂട്ടുകാരെ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്? പൈ ആർ സ്ക്വയർ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി അടുത്തത് നമുക്കിതിൻ്റെ ബിഗ് നോക്കാം. ബിഗ് നോക്കുമ്പോൾ 4ൻ്റെ സ്ക്വയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 2ൻ്റെ സ്ക്വയർ നോക്കിയാൽ 4 കിട്ടും. 40ൻ്റെ സ്ക്വയർ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? 196 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബിഗ് അല്ലെങ്കിൽ വലിയ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 196 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇനി ഇതിൽ ബി ചോദ്യം, വാട്ട് ഈസ് ദ ഏരിയ ഇൻ ബിറ്റ്വീൻ ഇന്നർ ആൻഡ് ഔട്ടർ സർക്കിൾസ്. ഈ ഇന്നറിൻ്റെയും ഔട്ടർ സർക്കിൾസിൻ്റെയും ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ചെയ്യാം. നമുക്കിപ്പോൾ എന്താണ് 2ൻ്റെയും കിട്ടും. അപ്പോൾ അതിൻ്റെ ബിറ്റ്വീനിലുള്ള സർക്കിളിൻ്റെ എത്രയായിരിക്കും? ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ മതി. അഥവാ 196 മൈനസ് 4 ചെയ്താൽ മതി. എത്രയായിരിക്കും ഉത്തരം എന്ന് പറയുന്നത്? 192 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും. സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഇതിലെ സി ചോദ്യം, ഇഫ് ദ റേഡിയസ് ഓഫ് ദ ഡോട്ടഡ് സർക്കിൾ ഈസ് ആർ ദെൻ റൈറ്റ് ദ ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട് ഇൻ ആർ. എന്താണ് ഇവിടെ ഈ ഡോട്ട് ചെയ്തിട്ടുള്ള ആറിൻ്റെ റേഡിയസും അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ആറിൻ്റെ റേഡിയസും നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് പൈ ആർ സ്ക്വയർ മൈനസ് പൈ ഇൻറ്റു 2 സ്ക്വയർ ഈക്വൽ ടു 92 പൈ ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ സെൻറ്റിമീറ്റർ. പൈ ആർ സ്ക്വയർ മൈനസ് 4 പൈ ഈക്വൽ ടു 96 പൈ സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളത് ചെയ്യേണ്ടത്. ഇതിലെ ഡി ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ ഡോട്ടഡ് സർക്കിൾ. ഈ ഡോട്ട് ചെയ്തിട്ടുള്ള സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാം? പൈ ആർ സ്ക്വയർ മൈനസ് 4 പൈ ഈക്വൽ ടു 96 പൈ. പൈ ആർ സ്ക്വയർ ഈക്വൽ ടു 100 പൈ, ആർ ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കൂട്ടുകാർ മാത്സ് ആണ്, നന്നായിട്ട് ചെയ്ത് പഠിക്കുക. എന്തായാലും നല്ല മാർക്ക് തന്നെ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.